ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ വളരെ രുചിയായിട്ട് പ്രഷർ കുക്കറിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കാം. ഇത് നല്ല എളുപ്പമാണ് കേട്ടോ. വഴറ്റാനും ഇളക്കാനും ഒന്നും നിൽക്കണ്ട. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തീ നല്ലോണം കുറച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അത്രയും ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുക. വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടി വഴറ്റേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഏകദേശം 1 മിനിറ്റ് വരെ ഈ വെളിച്ചെണ്ണയിലിട്ട് പൊടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത പൊടികളും ബീഫും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള നേരിയതായിട്ട് അരിയണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ബീഫിൽ കിടന്ന് നല്ലോണം വെന്തോളും. പിന്നെ 2 തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല പൊടിയായിട്ട് അരിഞ്ഞത് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുത്താലും മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കറിൻ്റെ വെയിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. 6-7 വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് അതിൽ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ കറിയൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. നമ്മൾ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ പോലും അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്